ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത്. നിലവിൽ 6 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിയതായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.പി. ജോൺ പറഞ്ഞു. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഡോക്ടർമാരുടെ കുറവ് കാരണം രോഗികൾ വലയുകയായിരുന്നു. ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ അവധിയിലായിരുന്ന ഡോക്ടർ കഴിഞ്ഞ ദിവസം ചാർജ് എടുത്തിരുന്നു. 2 അഡ്ഹോക് ഡോക്ടർമാരും ഒരു NHM ഡോക്ടറും സേവനത്തിനെത്തിയതോടെ ഡോക്ടർമാരുടെ എണ്ണം 5 ആയി ഉയർന്നു. ദന്ത ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഈവനിംഗ് ഒപിക്കായി നിയമിച്ച ഡോക്ടറുടെ സേവനവും നിലവിൽ ലഭ്യമായതോടെ ഡോക്ടർമാരുടെ എണ്ണം 6 ആയി ഉയർന്നു. ഒരാഴ്ച മുമ്പ് വരെ ആശുപത്രിയിൽ ഒരു ഡോക്ടറുടെ സേവനം മാത്രമായിരുന്നു ലഭ്യമായത്. ദിവസേന 200-ന് മുകളിൽ രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കൊണ്ട് ചികിത്സ ലഭ്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡോക്ടർമാരുടെ അഭാവം കാരണം കിടത്തി ചികിത്സയും അത്യാഹിത വിഭാഗവും മുടങ്ങിയിരുന്നു. ഇപ്പോൾ 6 ഡോക്ടർമാരുടെ സേവനം ഉറപ്പായതോടെ കിടത്തി ചികിത്സയും അത്യാഹിത വിഭാഗവും പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർമാരുടെ എണ്ണം കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ 5 ഡോക്ടർമാരെ ആശുപത്രിയിൽ നിയമിച്ചിട്ടുണ്ട്. 5 ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിലേക്ക് ഉറപ്പാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് ഉപ്പുതറ CHC ഉണ്ട്. 2 മെഡിക്കൽ ഓഫീസറും ഒരു PSCയിൽ നിന്നുള്ള നിയമനമുള്ള അവധി പോയ ഡോക്ടറും കൂടെ തിരിച്ചു വന്ന് പ്രവേശിച്ചിട്ടുണ്ട്. അഡ്കോക്കിൽ നിന്ന് 2 ഡോക്ടർ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച് ഈവനിംഗ് ഒപിയിലെ ഒരു ഡോക്ടറും, അവിടെ ഒരു ദന്തൽ ഡോക്ടർ നിലവിലുണ്ട് NHMൻ്റെ. നാളെ വരുന്ന ഡോക്ടറും കൂടെ ആകുമ്പോൾ 7 ഡോക്ടറുടെ സേവനം ആശുപത്രിയിൽ ഉറപ്പാകും. കുറെ നാളുകളായി ഡോക്ടർമാരുടെ കുറവ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിച്ചിരുന്നു. ഇത് ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ ആരോപണം ഉയരാനും ഇടം നൽകിയിരുന്നു. ആശുപത്രിയിൽ കുറവുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടുന്ന മുറയ്ക്ക് എത്തിക്കും. ഇതിനുള്ള ഫണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ അടിസ്ഥാന വികസനത്തിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഊന്നൽ നൽകുന്നതെന്നും ഒരു പരാതിക്കും ഇടം നൽകാതെ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.